ഹലോ! ഇന്ന് നമ്മളൊരു അടിപൊളി ബിരിയാണിയാണ് ട്ടോ ഉണ്ടാക്കുന്നത്. കാണാൻ നല്ല മൊഞ്ചായിട്ടുള്ള, കഴിക്കാനാണെങ്കിലും ഫ്ലേവേഴ്സ് കുറച്ച് കൂടുതലുള്ള ഒരു ബിരിയാണിയാണ്. റെയിൻബോ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിത് പ്രോൺസിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിത് ചിക്കനിലോ മട്ടനിലോ ബീഫിലോ ഒക്കെ ചെയ്തെടുക്കാം ട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ? ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളയുന്നതിന് മുന്നേ ഉള്ള തൂക്കാണ് കേട്ടോ 1 കിലോ എന്നുള്ളത്. കുറച്ച് വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിയിലേക്ക് ചെറിയ ടൈപ്പ് ചെമ്മീനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വീതം വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതുമാണ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബിസ്ത ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബിസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റിയിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതേ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ബിസ്തയുടെ ഫ്ലേവർ ഒട്ടും നഷ്ടപ്പെടില്ല. ഇനി ഈ ചെമ്മീന് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് പോവും. അപ്പോൾ പിന്നെ നമുക്ക് ഇത് ഇനിയും കുക്ക് ചെയ്യാനുള്ളതാണ്. ആ സമയത്ത് ഇത് റബ്ബറി ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ആയിട്ട് വെക്കുക. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇതിൽ നിന്ന് എടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു കുടം വെളുത്തുള്ളിയും അതിൻ്റെ പകുതി ഇഞ്ചിയും പിന്നെ ഒരു 5-6 പച്ചമുളകുമാണ് ചേർക്കേണ്ടത്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറി നല്ലൊരു മൂത്ത സ്മെല്ല് വരും. അപ്പോൾ മാത്രം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 നന്നായിട്ട് പഴുത്ത വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. ഇനി ഈ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരണം. നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സവാള നന്നായിട്ട് സോഫ്റ്റായ ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഈ 2 മസാലപ്പൊടികൾ മാത്രമേ നമ്മൾ കണ്ണൂർ സ്റ്റൈലിലും തലശ്ശേരി സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് വലിയൊരു കൈപ്പിടി നിറയെ മല്ലിയിലയും അതിൻ്റെ പകുതി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് നാരങ്ങ നീരാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ബിസ്ത അതായത് സവാള പൊരിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് കാരണമാണ് 5 മിനിറ്റ് മാത്രം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്താൽ മതി എന്ന് പറയുന്നത് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ബിസ്തയും ചെമ്മീനും മസാലയൊക്കെ കൂടെ കൂടിയിട്ടുള്ള. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി റൈസ് റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു കടായി വെച്ച് ചൂടാക്കി അതിലേക്ക് ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ട, 6 ഗ്രാമ്പു, 4-5 ഏലക്ക, 2 ബേ ലീവ്സ് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് ജീരകശാല റൈസിൻ്റെ കണക്ക്. അപ്പോൾ ഞാൻ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ജീരകശാല റൈസോ കൈമ റൈസോ അല്ലെങ്കിൽ ബസ്മതി റൈസോ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ്റെ തല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ കിഴി ബിരിയാണിയുടെ റെസിപ്പിയിൽ ഈ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കുന്ന രീതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ആ റെസിപ്പി പോയി കാണണം കേട്ടോ. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ആക്കി ഉണ്ടാക്കാൻ പറ്റുന്നതിനുള്ള ബെസ്റ്റ് ടിപ്പാണിത്. നമ്മൾ ചെമ്മീൻ്റെ സ്റ്റോക്ക് എടുത്തിട്ട് ആ സ്റ്റോക്കിലാണ് അരി വേവിച്ചെടുക്കുന്നത്.
അപ്പോൾ റൈസിന് ഫുള്ളായിട്ട് ചെമ്മീൻ്റെ ഫ്ലേവർ ഇറങ്ങും. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ആ തല ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. കംപ്ലീറ്റ് തലയും ഇതിൽ നിന്ന് മാറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതില്ലെങ്കിലും ജീരകശാല റൈസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. ഇനി ഇതിവിടെ അടച്ചു വെച്ച് ഒരു 8-10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിനി കളേഴ്സ് ഒക്കെ റെഡിയാക്കാം. ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു പ്യൂരി ആക്കി എടുക്കാം. ഇനി ഗ്രീൻ കളറിനായിട്ട് യോഗട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും പിന്നെ പുതിനയിലയും മല്ലിയിലയും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് റൈസ് എങ്ങനെ കളറാക്കി മാറ്റുന്നത് നോക്കാം. നമ്മുടെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. 8 മിനിറ്റ് ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ മസാല റെഡിയാക്കിയ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മെൽറ്റായി വന്ന ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ റൈസിൻ്റെ 1/3 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. നന്നായി മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ആക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴേ ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടുള്ളൂ. ക്യാരറ്റ് മാത്രം ആവുമ്പോൾ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടില്ല. ഓറഞ്ച് കളർ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഗ്രീൻ കളർ റൈസ് റെഡിയാക്കാനായിട്ട് വീണ്ടും ബട്ടർ ചേർത്ത് കൊടുത്ത് നമ്മുടെ ഗ്രീൻ ചട്നി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എരിവ് കൂടാതെ നോക്കണം. ചെറിയൊരു കഷ്ണം മാത്രം പച്ചമുളക് ചേർത്താൽ മതി. ഇനി പച്ചമുളക് ഇല്ലാതെയും നമുക്ക് ഈ ചട്നി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 1/3 ഭാഗം റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ കളർ റൈസും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലെയിൻ റൈസ് ആയിട്ട് വൈറ്റ് കളറും ഉണ്ട്. ഇനി നമ്മൾക്ക് 2 രീതിയിൽ ഇത് അസംബിൾ ചെയ്യാം. ഒന്നാമത്തെ രീതി ഞാൻ കാണിക്കുന്നത് മൊത്തത്തിൽ ഇത് നമ്മൾ ദം ചെയ്തെടുക്കുകയാണ്. അതിനിങ്ങനെ ലെയേഴ്സ് ആയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് കൊടുത്തിട്ട് മസാല അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് റൈസ് ദം ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒട്ടും എയർ പുറത്ത് പോവാതെ കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ റൈസ് ഡ്രൈ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ താഴെ മസാല എല്ലാം ഇട്ടിട്ടുള്ളത് റൈസാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു വലിയൊരു പ്ലേറ്റ് വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് സ്റ്റീം ചെയ്ത് ദം ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ അത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബൗളുകളിലേക്കോ അല്ലെങ്കിൽ 2 പേർക്ക് കഴിക്കാൻ രീതിയിലുള്ള ബൗളുകളിലേക്കോ ഇതുപോലെ തന്നെ ലെയേഴ്സ് ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയാണ് ഒന്നുകൂടെ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് വലിയ വലിയ പാർട്ടികളിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ മറ്റേ രീതിയിലാണ് എളുപ്പം. ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ ഇട്ട് കവർ ചെയ്തിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ സ്റ്റീമർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ റൈസിനകത്ത് ബിരിയാണിക്കകത്ത് എനിക്ക് അത്ര ഇഷ്ടമില്ല. അതൊരു രസമായിട്ട് തോന്നാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളറും കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടും. ക്യാരറ്റ് ചെയ്ത പോലെ തന്നെ ബീട്രൂട്ടും ചെയ്താൽ മതി കേട്ടോ. ഞാനും പക്ഷേ അത് പ്രിഫർ ചെയ്യുന്നില്ല. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലെയർ ഈ ഗ്രീൻ കളറാണ് കേട്ടോ. ആ ചമ്മന്തിയുടെ ലെയർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിമ്മിനോട് കഴിച്ച് നോക്കിയാലോ? കഴിക്കാം. എങ്ങനെയുണ്ട് താനോട്ടാ? 1 2 3 4 4 കളറല്ലേ ഈ ഫുഡില്? 7 കളറാണ് ഈ റെയിൻബോയില്.
7 കളർ വേണം അല്ലേ? ആ അടുത്ത പ്രാവശ്യം നമുക്ക് 7 കളറിൽ ചെയ്യാം കേട്ടോ. ഉറക്കെ പറയും. അടിപൊളി സൂപ്പർ.